കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് നമ്മുടെ വല്യച്ഛനൊരു ശീലമുണ്ട്. ആയുർവേദ ലേഹ്യം കലക്കിയ പാല് കുടിച്ചിട്ടേ ഉറങ്ങാറുള്ളൂ. ആയുസ് കൂട്ടാൻ വേണ്ടി വല്യച്ഛൻ കുടിക്കുന്ന ആ പാലിൽ ആയുർദൈർഘ്യം കുറയ്ക്കാനുള്ള മരുന്നാണ് ഞാൻ ചേർത്തുകൊണ്ടിരിക്കുന്നത്. ലേഹ്യത്തിന്റെ ലേബലുള്ള സ്ലോ പോയിസൺ. വല്യച്ഛൻ അത് കുടിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലായി. ദിവസവും രാത്രി ആ സ്ലോ പോയിസൺ കുടിച്ച് ഉറങ്ങാനായിട്ട് പോകുന്ന വല്യച്ഛൻ അങ്ങനെ ഒരു നല്ല ദിവസത്തിൽ ശാശ്വതമായ നിദ്രയിലേക്ക് പറന്നുപോയി. അങ്ങനെ എന്റെ ഉദ്ദേശ ലക്ഷ്യത്തിലെത്താറായപ്പോഴാണ് ഒരു ദിവസം പെട്ടെന്ന് ആ ദേവനിടയ്ക്ക് ചാടി വീണത്. ട്രസ്റ്റിന്റെ ചെയർമാൻ പദവി അവന്റെ തലയിലേക്ക് വെച്ചു കൊടുത്തു. വിടില്ല ഞാൻ. ഇതങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ. വല്യച്ഛന് പണി കൊടുത്ത പോലെ ഇവനുള്ള പണി ഞാൻ പാലും വെള്ളത്തിൽ കൊടുത്തിരിക്കും. എന്നിട്ട് ആ പദവിയും സ്വത്തും എന്റെ കൈക്കുള്ളിൽ ഒതുക്കും ഞാൻ. എന്റെ മോൻ മിടുക്കനാണല്ലോ. സുലേഖേ, നീ ഇവിടെ ഒന്നും അല്ലാന്ന് തോന്നുന്നല്ലോ. അങ്ങനെ എന്താ ആലോചിക്കണേ? ഒന്നുമില്ല രാമേട്ടാ. ആലോചിച്ച് തലമുണ്ടാക്കിയിട്ട് ഒന്നുമില്ലാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്താണെന്ന് പറ. പാവം നമ്മുടെ മക്കളുടെ ജീവിതം എന്തായി തീരുമെന്ന് ഓർക്കുമ്പോ മനസ്സിന് വല്ലാത്തൊരു പേടി. സുലേഖ, ഇത് എന്തിനുള്ള പുറപ്പാടാ? ഇവളെങ്ങനെ സത്യം തുറന്നു പറയാൻ പോവാണോ? നമ്മുടെ മക്കളുടെ ജീവിതം നീ എന്താ സുലേഖ പറയണേ? നമ്മുടെ മക്കൾക്ക് എന്ത് പറ്റിയെന്ന? ഒരു മകളുടെ കഴുത്തിൽ താലി കെട്ടിച്ച് മറ്റൊരു മോളെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നത് തെറ്റാണോ അതോ ശരിയാണോ? അവരുടെ രണ്ടുപേരുടെയും ജീവിതം എവിടെ ചെന്ന് അവസാനിക്കും?
സുലേഖേ, നിന്റെ തലയ്ക്ക് ഓളാണോടി? ബോധമില്ലാതെ എന്തെങ്കിലും വിളിച്ചു പറയാ? അമ്മേ. ആ അവൾക്ക് പറയാനുള്ളൂ പറയട്ടെ. ഒരാളെ കൊണ്ട് താലി കെട്ടിച്ച് മറ്റൊരാളെ കൂടെ പറഞ്ഞയക്കുന്നത് എവിടത്തെ ന്യായ? ആരെക്കുറിച്ചാ നീ ഈ പറയുന്നത്? അവളിങ്ങനെ ആലോചിച്ച് വട്ടായി പോയതായിരിക്കൂടാ. അവള് പറയുന്നൊന്നും വലിയ കാര്യമാക്കണ്ട. അമ്മേ, കുറച്ചു നേരം അമ്മയ്ക്കൊന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ? നീ പറയൂ സുലേഖ, എന്താണെന്ന് പറയേ. സുലേഖ, വാ തുറന്ന് പറയേ. എന്താ നിന്റെ മനസ്സില്? അതെ, എന്റെ ഒരു കൂട്ടുകാരിക്ക് 2 പെൺകുട്ടികളാ രാമേട്ടാ. അതിലൊരു മോൾക്ക് കല്യാണം ഉറപ്പിച്ചു. പക്ഷേ മുഹൂർത്ത നേരത്ത് ആ കുട്ടിയെ കാണാതായി. ആ സമയത്ത് മറ്റൊരു മകളുടെ മുഖം മറച്ച് താലി കെട്ടിച്ചു. പക്ഷേ താലി കെട്ടിക്കഴിഞ്ഞതും എങ്ങോ പോയിരുന്ന ആ മകൾ തിരിച്ചു വന്നു. അതുകൊണ്ട് അവർ ആ കുട്ടിയെ തന്നെ ഭർത്താവിന്റെ കൂടെ പറഞ്ഞയച്ചു. ഒരു കുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിച്ച് മറ്റേ കുട്ടിയെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. തെറ്റാണോ അത്? അതോ ശരിയാണോ? എന്തൊരു തോന്നിയാസ സുലേഖ ഇത്. എന്നിട്ടത് തെറ്റാണോ ശരിയാണോ എന്ന് ചോദിക്കുന്നോ? തെറ്റാണെന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? സ്വന്തം മക്കളോട് ഇത്ര ക്രൂരത കാണിക്കാൻ അവർക്കെങ്ങനെ മനസ്സ് തോന്നി? ഒരാള് കല്യാണപ്പന്തലിൽ നിന്ന് മുങ്ങിയപ്പോ മറ്റേ കുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അതുവരെയൊക്കെ ക്ഷമിക്കാം. പഴയ ആള് തിരിച്ചു വന്നെന്നും പറഞ്ഞ് അവളെ മറ്റൊരാളുടെ ഭർത്താവിന്റെ കൂടെ പറഞ്ഞയക്കേ. എന്തൊരു ദ്രോഹ ഇത്. ഇതൊന്നും വെച്ചു പൊറുപ്പിക്കരുത്. അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റുവോടാ? നമ്മൾ അവരുടെ അവസ്ഥയും കൂടി ഒന്ന് ചിന്തിച്ചു നോക്കണ്ടേ? അങ്ങനെ എന്താ അവസ്ഥ അമ്മേ? മുഖം മറച്ച് മറ്റുള്ളവരുടെ ജീവിതം പന്താടുന്നു. അതല്ലാതെ അവരുടെ മുമ്പിൽ മറ്റെന്തു വഴിയാ ഉള്ളത്? അവരെ കാണിച്ച് പറഞ്ഞുറപ്പിച്ചത് ഒരു കുട്ടിയെ. കല്യാണ പെണ്ണായിട്ട് ഒരുങ്ങിയതും ആ കുട്ടി തന്നെയായിരുന്നു. ഇടയ്ക്ക് അവളൊന്ന് തെറ്റിയപ്പോഴേക്കും മറ്റേ കുട്ടിയുടെ കഴുത്തെ താലി കിട്ടിയെന്ന് കരുതി അവളെ അവന്റെ കൂടെ പറഞ്ഞയക്കാൻ പറ്റുമോ? അവന്റെ വീട്ടുകാര് സമ്മതിക്കോ? നാട്ടുകാരുടെ മുമ്പിൽ നാണക്കേടല്ലേ? എങ്കിൽ ആ പെണ്ണ് കല്യാണ പന്തലിൽ നിന്ന് ഇറങ്ങി പോവാൻ പാടില്ലായിരുന്നു. മറ്റേ പെൺകുട്ടിയെ പിടിച്ചിരുത്തി താലി കെട്ടിക്കരുതായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ കല്യാണം മുടങ്ങുമായിരുന്നു. എന്നാല് ഇവിടെ 3 ജീവിതങ്ങളാണ് ചോദ്യചിഹ്നങ്ങളായി മാറിയിരിക്കുന്നത്. ശാസ്ത്രമനുസരിച്ച് കല്യാണം കഴിക്കാത്ത പെൺകുട്ടി കന്യകയാണ്. കന്യകയെ കുടുംബജീവിതത്തിലേക്ക് പറഞ്ഞയക്കുന്ന പാപമാണ്.
അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയെ ഭർത്താവിൽ നിന്നും അകറ്റി നിർത്തി കന്യകയായി നിർത്തുന്നത് മഹാപാപ. വാസ്തവത്തിൽ താലി കെട്ടാൻ നിന്നുകൊടുത്തവള് എന്തിനാണ് ഇപ്പോഴും മൗനം പാലിക്കുന്നത്? സ്വന്തം ഭർത്താവിനൊപ്പം ജീവിക്കാൻ മറ്റൊരു പെൺകുട്ടിയെ പറഞ്ഞയച്ചപ്പോ അവൾക്ക് എങ്ങനെ സഹിക്കാൻ പറ്റി? ത്യാഗം ചെയ്തു എന്ന വിചാരമായിരിക്കും അച്ഛാ. അത് ത്യാഗലട, ഭ്രാന്ത, മുഴുത്ത ഭ്രാന്ത്. സ്വന്തം ജീവിതത്തോട് നീതി പുലർത്തിയില്ല എന്ന് മാത്രമല്ല, മനുധർമ്മത്തെ പോലും ധിക്കരിച്ചിരിക്കുക. അത് എത്ര വലിയ പാപാണെന്നറിയോ? നമുക്കെന്തിനാ അതൊക്കെ? എവിടെയോ നടന്ന കാര്യത്തിന് നമ്മൾ എന്തിനാ വഴക്ക് കൂടുന്നത്? വിഷമം കൊണ്ട് സുലേഖ എന്തോ പറഞ്ഞെന്ന് കരുതി നീ അതിന്റെ പുറകെ പിടിക്കാതെ. തെറ്റ് ശരിയും എവിടെ നടന്നാലും അതിനെ കുറിച്ച് തർക്കിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇതുപോലൊരു പ്രശ്നം നമ്മുടെ വീട്ടിലും മറ്റോ ആണ് നടന്നെങ്കിലോ? ഇവിടെ ശ്രേയയ്ക്ക് പകരം വൈദേഹിക്ക് താലിയിട്ടെങ്കിലോ? ശ്രേയയെ നമ്മൾ ദേവന്റെ വീട്ടിലേക്ക് അയക്കോ? വൈദേഹി, നിന്റെ അനുജത്തിയാണെങ്കിലും നിന്റെ ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ അയച്ച നിനക്കത് സഹിക്കാൻ പറ്റും? മോളെ, ഇങ്ങനൊരു ചോദ്യം കേട്ടപ്പോഴേ നിന്റെ കണ്ണു നിറഞ്ഞു. അപ്പൊ ഇങ്ങനൊരവസ്ഥ നിനക്കുണ്ടായാലോ? നിനക്ക് സഹിക്കാൻ പറ്റുമോ? ആ കുടുംബത്തിന്റെ നാഥന് ഇതെങ്ങനെ സഹിക്കുന്നറിയില്ല. ഇതെന്റെ വീട്ടിലാണ് നടന്നിരുന്നെങ്കിൽ ആ ക്ഷണം തന്നെ ഹൃദയം പൊട്ടി ഞാൻ മരിച്ചേനെ. എടി സുലേഖ, കേട്ടോടി, നിന്റെ തലച്ചോറ് കലങ്ങിപ്പോയോ? അതോ വല്ല പ്രേതബാധയും പിടിച്ചോ? ഇങ്ങനെ പോയാ നിന്റെ മോളുടെ ജീവിതം നീ തന്നെ തകർക്കുന്ന ലക്ഷണമാണല്ലോടി. ദേ നോക്ക്, ഇനി ഒരു കാര്യം പറയുന്നതിന് മുമ്പ് 10 വട്ടം ആലോചിച്ചിട്ട് പറയണം, കേട്ടല്ലോ? അച്ഛൻ പറഞ്ഞത് എന്താന്ന് ചേച്ചി കേട്ട് കാണുമല്ലോ അല്ലേ? ചേച്ചി ചേച്ചിയെ മാത്രമല്ല കളിപ്പിക്കുന്നത്, ഫോട്ടോക്കാരൻ ചേട്ടനെയും ചേച്ചി പറ്റിക്കായിരുന്നു. ഇത് മറ്റൊരാളുടെ വീട്ടിൽ നടന്ന കഥയല്ല, നമ്മുടെ വീട്ടിലെ കഥയാന്ന് അച്ഛൻ അറിഞ്ഞാ അച്ഛൻ മിണ്ടാതിരിക്കും തോന്നുന്നുണ്ടോ? അപ്പൊ തന്നെ ശ്രേയ ചേച്ചി തിരിച്ചു വിളിപ്പിച്ച് ചേച്ചിയെ ഫോട്ടോക്കാരൻ ചേട്ടനുള്ള അയക്കുമായിരുന്നു. അച്ഛന്റെ ആവേശം കണ്ടപ്പോ എല്ലാം പറഞ്ഞാലോന്ന് തോന്നിയതാ. പക്ഷെ ചേച്ചിനെ കെട്ടിയിട്ടിരിക്കുമല്ലേ, എനിക്കൊന്നും തുറന്നു പറയാൻ പറ്റില്ലല്ലോ. ഒന്നെല്ലാം തുറന്നു പറയാനുള്ള അവകാശം ചേച്ചി എനിക്ക് തന്നാൽ ഞാൻ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. അച്ഛന് നിനക്ക് വേണ്ട എങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്തു. പുണ്യം, പാപം, അന്യായാണെന്നൊക്കെ പറഞ്ഞ അച്ഛന്റെ വായിന്ന് മറ്റൊരു വാക്കുകൂടി വീണിട്ടുണ്ടായിരുന്നടാ. ഇങ്ങനെയൊരു സംഭവം ഈ വീട്ടിലാണ് നടന്നിരുന്നതെങ്കിൽ അച്ഛൻ ഹൃദയം പൊട്ടി മരിച്ചേനെ എന്ന്.
ഇനി പറ മാധവ, സത്യം തുറന്നു പറഞ്ഞ് അച്ഛനെ മരണത്തിന് വിട്ടുകൊടുക്കണം. അയ്യോ ചേച്ചി, അത് അച്ഛനൊരു ആവശ്യത്തിൽ പറഞ്ഞതായിരിക്കും. ചേച്ചിക്കാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിഞ്ഞാൽ അച്ഛൻ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കില്ല. ഇതിനൊരു ന്യായം കണ്ടെത്താൻ മാത്രമേ അച്ഛൻ ശ്രമിക്കൂ. അങ്ങനൊരു സാഹസത്തിന് തുനിയാൻ എനിക്കാവില്ല. ഇതുവരെ ഞാൻ പറഞ്ഞതെല്ലാം നീ അനുസരിച്ചു. ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയും നീ എന്റെ കൂടെ ഉണ്ടാവണം. ഇന്നാള് നേരത്തെ ബെഡ്റൂമിലേക്ക് കയറി വന്നപ്പോ മനസ്സ് മാറി ആളെന്നോട് അടുക്കാൻ ശ്രമിക്കായിരിക്കുമെന്നാ ഞാൻ കരുതിയത്. പൊതച്ച മൂടി കിടന്ന് ഉറങ്ങാനായിരുന്നു. എന്നാലും കട്ടിലിൽ കിടക്കാതെ നിലത്ത് പോയി കിടക്കുന്ന എന്തിനാണാവോ? എവിടെ കിടന്നാലും എനിക്കെന്താ? ഇയാൾ എത്രത്തോളം അകലുന്നോ അത്രത്തോളം എന്റെ ഹീറോയിൻ ആവാനുള്ള സ്വപ്നം അടുത്തോണ്ടിരിക്കുക. ഒരു വാക്ക് പോലും ചോദിക്കാതെ ഞാൻ പാട്ടിന് കട്ടിലിൽ കയറി കിടന്നുറങ്ങിയ അഹങ്കാരാന്ന് കരുതിയാലോ? ഹീറോയിൻ ആകണമെങ്കിൽ ഇയാളെ ഇംപ്രസ് ചെയ്ത് കൂടെ നിർത്തണം. അഹങ്കാരിയാണെന്ന് വരുത്തി തീർക്കരുത്. ചെറുതായൊന്ന് ഇംപ്രസ് ചെയ്തേക്കാം. ദേവേട്ടാ, എന്താ? ഒന്നുമില്ല. കട്ടില് വന്ന് കിടന്നൂടെ? എന്തിനാ ഇങ്ങനെ താഴെ കിടന്നുറങ്ങുന്ന? കട്ടിൽ നീ കിടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് എന്താ ദേവേട്ടൻ താഴെ കിടക്കണമെന്നുണ്ടോ? നീ താഴെ കിടക്കുകയാണെങ്കിൽ കട്ടിലേക്ക് കിടക്കുന്നതിന് എനിക്ക് യാതൊരു വിരോധമില്ല. ഞാൻ പറഞ്ഞതല്ലല്ലോ ഇയാള് മനസ്സിലാക്കിയത്. അയ്യോടാ, കിടക്കേണ്ട താമസം ഉണ്ടായിരുന്നുള്ളൂ. കുംഭകർണനെ പോലെ അങ്ങ് ഉറക്കവും തുടങ്ങി. നിനക്ക് വേണം